യുഎഇയിലെ ഏറ്റവും പുരാതനമായ ഒരു കൊട്ടാരം, അതിൻ്റെ അവശിഷ്ടങ്ങൾ ഏതാണ്ട് 13-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ ഒക്കെ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ആ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഷേബാസ് പാലസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഷേബ രാജകുമാരിയുടെ കൊട്ടാരം എന്നറിയപ്പെടുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് റാസൽ ഖൈമയിലെ മലനിരകളാണ്. ഈ മലനിരയിലെ ആണ് ആ കൊട്ടാരമുള്ളത്, കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളുള്ളത്. ചെറിയൊരു പാത, ഇങ്ങനെ കല്ല് വെച്ചൊക്കെ കെട്ടിയിട്ടുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട്. അതിലൂടെയൊക്കെ കയറി വേണം ഈ മലയുടെ മുകളിലെത്താൻ. റാസൽ ഖൈമയിലെ ഷമൽ എന്ന് പറയുന്ന സ്ഥലം, ആ ഷമൽ, അവിടെ നമ്മൾ വാഹനം നിർത്തി കുറച്ചിങ്ങോട്ട് നടക്കണം. എന്നിട്ട് ഈ മല ഇങ്ങനെ കയറി വേണം പോകാൻ. അതിന് സ്റ്റെപ്പുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ മഴയും അതോടൊപ്പം തന്നെ വെള്ളമൊക്കെ ഒഴുകി വന്ന് ആ സ്റ്റെപ്പുകളൊക്കെ തകർന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീഴാതെ അതിൽ മുകളിലെത്താം. മുകളിലേക്ക് പോകാൻ ഇതുപോലെ പടവുകളുണ്ട്. ഇത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി സിമൻ്റൊക്കെ കെട്ടി, അതോടൊപ്പം തന്നെ പാറക്കഷ്ണങ്ങളൊക്കെ കെട്ടി ഒരുമിച്ചത് പടവുകളാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ കുറേ കാലം മുൻപ് ഇതൊക്കെ പൂർണ്ണമായും തകർന്നിരുന്നു. ഇപ്പോൾ വീണ്ടും അത് നിർമ്മിച്ചിട്ടുണ്ട്. റാസൽ ഖൈമ ടൂറിസത്തിൻ്റെയൊക്കെ ഭാഗമായി അവരൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. സൂക്ഷിച്ച് നമുക്ക് മുകളിലേക്ക് പോകാം. വൈകുന്നേരമാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയ സമയം, അല്ലെങ്കിൽ അതിരാവിലെ. ഉച്ച സമയത്തൊന്നും ഈ വഴിക്കേ വരരുത്. പൊള്ളുന്ന ചൂടായിരിക്കും. ഈ പാറയെല്ലാം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. വൈകുന്നേരം ഒരു 4-5 മണിക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 5:30 മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ വരുന്ന സമയത്ത് അല്പം വെള്ളം, സ്നാക്സ് അതൊക്കെ എന്തെങ്കിലും കയ്യിൽ വയ്ക്കാൻ പ്രത്യേകം ഓർക്കും. ഇതുവരെയാണ് നമുക്ക് സ്റ്റെപ്പ് ഉള്ളത്. ഇനി അങ്ങോട്ട് പടവുകളൊന്നുമില്ല. നമ്മൾ സൂക്ഷിച്ചു വേണം പോകാൻ. ഇളകിക്കിടക്കുന്ന കല്ല്, മണ്ണ് എല്ലാം ഉണ്ട്. അതോടൊപ്പം ഈ കാണുന്നത് ആ പഴയ കൊട്ടാരത്തിന്, നമ്മൾ പറയുന്ന ഷേബ പാലസിൻ്റെ, ഷേബ കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നത്തെ മതിലാണ്. അതിപ്പോൾ ചേർത്ത് കല്ലുകളൊക്കെ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, തകർന്നു പോയിരുന്നു. ആ മതിലിൻ്റെ ഒരു ഭാഗത്തു കൂടിയാണ് നമ്മൾ മുകളിലേക്ക്, കൊട്ടാരത്തിലേക്ക് പോകുന്നത്. വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ. ഷേബ കൊട്ടാരത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത്. അതാണ് ആ കാണുന്നത്. കമ്പിവേലിയൊക്കെ കെട്ടി ഇപ്പോൾ സംരക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചുറ്റിനും കല്ലുകളൊക്കെ കെട്ടി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ കാണുന്നതാണ്. നമുക്ക് ഇതിലൂടെയും പോകാം, അതോടൊപ്പം തന്നെ ഈ വഴി ചുറ്റിയും പോകാം. പക്ഷേ ഇത് കല്ലുകളെല്ലാം ഇളകിക്കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇടതുവശത്തുള്ള ആ വഴിയിലൂടെ നമ്മൾ പോകാതിരിക്കുക. പകരം വലതുവശത്ത് അല്പം വളഞ്ഞിട്ടാണെങ്കിലും നമുക്ക് പോകാം. അതിലൂടെയാണ് നമ്മൾ ഇനി മുകളിലേക്ക് പോകുന്നത്. ഇതെല്ലാം ഷേബ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്. ആ കാലഘട്ടത്ത് വെള്ളം സംഭരിച്ചിരുന്ന ജലസംഭരണികളാണ്. ഇതൊക്കെ തകർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ കാടൊക്കെ മൂടിക്കിടക്കുകയാണ്. പക്ഷേ എപ്പോഴും മഴ പെയ്യുന്ന സമയത്ത് വെള്ളം സംഭരിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ദൂരെ മതിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ 13-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള ആ കാലഘട്ടത്തിനിടയിലുള്ള മതിലിൻ്റെ ഒക്കെ ശേഷിപ്പുകൾ കാണാം. ഷേബ കൊട്ടാരത്തിന് 2 പ്രധാനപ്പെട്ട സംരക്ഷണ കവചങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടി ആയിരിക്കണം ഇത്രയും മുകളിൽ വന്നിട്ട് ആ കാലഘട്ടത്തിൽ രാജാവും അല്ലെങ്കിൽ ആ കുടുംബവും ഒക്കെ, രാജകുടുംബവും ഒക്കെ കഴിഞ്ഞിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 സംരക്ഷണങ്ങളിൽ ഒന്ന് നമ്മൾ ഈ കാണുന്ന മതിലാണ്. ഇതിങ്ങനെ ചുറ്റി ഈ വഴി അങ്ങോട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ ചുറ്റി ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. തകർന്നു തുടങ്ങിയിട്ടുള്ള മതിലാണ്. മറ്റൊന്ന് ഈ കാണുന്ന മലനിരകൾ. ആ മലനിരകൾ കടന്ന് ഇങ്ങോട്ട് ശത്രുക്കൾ വരിക അത്ര എളുപ്പമായിരുന്നില്ല. മാത്രമല്ല, താഴെ നിന്നും ശത്രുക്കൾ ഇങ്ങോട്ട് കയറി വരുന്നത് കാണാൻ കഴിയും. അത്രയും ഉയരത്തിലാണിത്. അങ്ങനെ വരുമ്പോൾ അവർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവരെ തുരത്തി ഓടിക്കാൻ കഴിയും. കുട്ടികളെയും കൊണ്ട് പരമാവധി വരാതിരിക്കുന്നതും നല്ലതായിരിക്കും. കാരണം അവരെയൊക്കെ നോക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് എളുപ്പമാകില്ല. ഏതായാലും ഈ സ്ഥലം നമ്മളെ കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഇതേക്കുറിച്ചൊക്കെ പറയാൻ റാസൽ ഖൈമയിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന അക്ബർ ആലിക്കര എഴുത്തുകാരനാണ്. അതോടൊപ്പം തന്നെ റാസൽ ഖൈമയിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനുമാണ്. അക്ബർ ആണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന്. ഇത് ഗംഭീര സ്ഥലമാണല്ലേ? തീർച്ചയായിട്ടും. ഇത് ജുൽഫാർ എന്ന് പറയുന്ന വലിയൊരു പ്രധാനപ്പെട്ട ഒരു നഗരം, മിഡിൽ ഈസ്റ്റിലെ തന്നെ
വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു ജുൽഫാർ. അതിൻ്റെ കിങ് ആയിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ക്യൂനൊക്കെ കൂടി താമസിച്ചിരുന്ന ഒരു പാലസാണ് ഈ പാലസ്. ഷെബാസ് പാലസ് എന്നാണ് പറയുന്നതെങ്കിലും പ്രാദേശികമായ രേഖകളിലുള്ളത് ഹുസ്ൻ അൽ ഷമൽ എന്നാണ്. ഷമൽ കോട്ട എന്നാണ് ഇവിടെയുള്ള പ്രാദേശിക രേഖകളിൽ കാണുന്നത്. പക്ഷേ ഷെബാസ് പാലസ് എന്നാണ് പൊതുവിൽ ഇത് അറിയപ്പെടുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ കൊട്ടാരം. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ ഉയരത്തിൽ മലമുകളിലുള്ള കൊട്ടാരം. 13-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഈ ഒരു പ്രദേശം ഭരിച്ചിരുന്ന രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന അതിമനോഹരമായിട്ടുള്ള കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ ശേഷിപ്പുകളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം കൊണ്ട് പലതും തകർന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ ആ കൊട്ടാരത്തിന്റെ ഭാഗമായിരുന്നു. ചുണ്ണാമ്പൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. പലതും തകർന്നു പോയിട്ടുണ്ട്. പിന്നീട് ഈ സിമന്റ് ഒക്കെ ചേർത്ത് ഇതൊക്കെ ശക്തിപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ചരിത്രമാണ് ഈ കാണുന്നത്. അതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അറബ് ചരിത്രം. പ്രതിരോധ ആവശ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ വലിയ ചൂടുള്ള സമയത്ത് തണുത്ത കാലാവസ്ഥ കിട്ടാനും വേണ്ടി ആയിരിക്കണം ഒരുപക്ഷെ ഇത്രയും ഉയരത്തിൽ വന്ന് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ന് ആധുനികമായിട്ടുള്ള പടികളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ അവർ വന്നത് എങ്ങനെ ആയിരുന്നു എന്ന് നമുക്കിപ്പോൾ അത്ഭുതം തോന്നാം. മാത്രമല്ല, ഇതിൻ്റെ ഒരു മധ്യകാല കൊട്ടാരം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ കാണുന്ന സമയത്ത് ചതുരാകൃതിയിലാണ് ഇതിന്റെ മുറികളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. കൊട്ടാരത്തിന്റെ നടുക്ക് ഇങ്ങനെ ഒരു കോറിഡോർ ഉണ്ട്. നീളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീളത്തിൽ ഒരു കോറിഡോർ ഉണ്ട്. നമുക്കിങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗം തട്ടുന്ന വിധത്തിലുള്ള ഒരു കോറിഡോർ. ഇതിന്റെ രണ്ട് വശങ്ങളിലുമാണ് റൂമുകളുള്ളത്. ആ മുറിയുടെ ഒരു പ്രത്യേകത, ചതുരാകൃതിയിലാണ് മുറികളെല്ലാം തന്നെ ഉള്ളത്. വലിയ വലുപ്പമൊന്നുമില്ല. ഏതാണ്ട് ഒരു 15 സെന്റിമീറ്റർ മുതൽ 35 സെന്റിമീറ്റർ വരെയൊക്കെ വലുപ്പത്തിലാണ് നമുക്ക് മുറികൾ കാണാൻ കഴിയുന്നത്. തകർന്ന ചുമരുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ മുറിയുടെ ഏതാണ്ട് ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ രണ്ട് വശങ്ങളിലും അവിടെ ഒരു മുറിയുണ്ട്, ഇതൊരു മുറിയാണ്, അവിടെ ഒരു മുറിയുണ്ട്. ഇത്തരത്തിൽ രണ്ട് വശങ്ങളിലും നമുക്ക് മുറികൾ കാണാൻ കഴിയും. തീർച്ചയായിട്ടും അത് ആ മാപ്പ് പ്രകാരമുള്ള മുറികളെല്ലാം അതിലുണ്ട്. ഇതൊരു കോറിഡോറാണ് ഫ്രണ്ടിൽ ഈ നടുവിലൂടെ കാണുന്നത്. ബാക്കിൽ കാണുന്ന അതാണ് ഇതിലെ ഒരു ജലസംഭരണി. ഈ അതിൽ പാലസിൽ ഇനി കുറെ കൂടി നല്ല ഭംഗിയായിട്ട് അവശേഷിക്കുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ജലസംഭരണിയാണ്. 10, 13, 16 നൂറ്റാണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ആ ജലസംഭരണി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത മേൽക്കൂരയുള്ള ജലസംഭരണിയാണ്. വലിയ ആഴമുണ്ട്, നല്ല ആഴമുണ്ട്. അല്ലെ, തീർച്ചയായിട്ടും നല്ല ആഴമുണ്ട്. ഇത്രയും ഇപ്പോൾ ഒരു പാലസിന് ഇത്രയും ആളുകൾക്ക് ആവശ്യമുള്ള വെള്ളം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകണം. ഇത് സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. കാരണം ഇത് ഒരു പ്രത്യേക രൂപമാണ്. ഇതിലൊരു വാച്ച് ടവർ ആണോ എന്ന് സംശയം തോന്നും. പക്ഷെ ഇത് വാച്ച് ടവർ അല്ല. ഇത് അതിന്റെ മാപ്പുകളൊക്കെ കാണിക്കുന്നത് ഇതൊരു ജലസംഭരണിയാണ് എന്ന് തന്നെയാണ്. അവർക്ക് കുടിക്കാനുള്ള വെള്ളം അതോടൊപ്പം തന്നെ അത്യാവശ്യം കൃഷിക്കും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവണം. കാരണം ഇത്രയും വലിയൊരു ടാങ്ക് അതുകൊണ്ടായിരിക്കുമല്ലോ അവർ പണിതിട്ടുണ്ടാവുക. എത്ര വർഷമായി ഇവിടെ റാസൽ ഖൈമയിൽ? ഞാൻ 20 വർഷത്തോളമായി റാസൽ ഖൈമയിൽ. ഷേബ പാലസിലേക്ക് വരുമ്പോൾ ആളുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും മാപ്പ് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെബാസ് പാലസ് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വരാൻ പറ്റും. അന്ന് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വരുന്ന സമയത്ത് ഈ ചവിട്ടുപടികളും കാര്യങ്ങളും വളരെ സ്റ്റീപ്പായിട്ടുള്ള ചവിട്ടുപടികളാണ്. വളരെ ശ്രദ്ധിച്ച് മാത്രമേ മുകളിലേക്ക് കയറി വരേണ്ടതുള്ളൂ. UAE-യിൽ ഏറ്റവും അധികം ചരിത്രമുറങ്ങുന്ന നഗരമാണ്, അല്ലെങ്കിൽ എമിറേറ്റ് ആണ് റാസൽ ഖൈമ. മലനിരകൾ ധാരാളമുള്ള എമിറേറ്റ്. അതുപോലെ തന്നെ ആ മലനിരകളുടെ അത്രയ്ക്ക് സുദൃഢമായിട്ടുള്ള ചരിത്രവും സംസ്കാരവുമുള്ള ഇടം. ഇത്തരത്തിൽ ഇതെല്ലാം സംരക്ഷിക്കുന്ന റാസൽ ഖൈമയിലെ ഭരണാധികാരികളെ തന്നെയാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതും എടുത്തു പറയേണ്ടതും. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അങ്ങ് ദൂരെ കാണുന്നതാണ് ദയ ഫോർട്ട്, ദയ കൊട്ടാരം എന്ന് പറയുന്നത്. യുനെസ്കോയുടെ ഒക്കെ പുരാവസ്തു രേഖകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പട്ടികയിലൊക്കെ തന്നെ ഇടം പിടിച്ചിട്ടുള്ള സ്ഥലമാണ് ആ കൊട്ടാരം. അതുപോലെ തന്നെയാണ് മറ്റ് അതിമനോഹരമായിട്ടുള്ള കാഴ്ച. റാസൽ ഖൈമ നമുക്ക് അതിമനോഹരമായി ഇവിടെ നിന്നും കാണാൻ കഴിയും. ഷമാൽ പ്രദേശമാണ് ഇത്. ഷമാൽ ഒരു ഗ്രാമമാണ് റാസൽ ഖൈമയിലെ. ആ ഗ്രാമം, അതിൻ്റെ പച്ചപ്പ്, അതോടൊപ്പം തന്നെ സ്വദേശികൾ താമസിക്കുന്ന ഇടം. ഇവിടെ ഈ കാണുന്നത് പോലെ തന്നെ കൃഷിയിടങ്ങളൊക്കെ കാണാം. കുറെ കൂടി ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് റാസൽ ഖൈമയുടെ പുതിയ മുഖവും കാണാം. ഇനി അതിനും അപ്പുറം മറ്റൊരു മനോഹരമായിട്ടുള്ള കാഴ്ച കൂടി വൈകുന്നേരം നമുക്ക് കാണാം. ദൂരെ കടലിൽ സൂര്യൻ അസ്തമിക്കുന്നത്.